Praise the Lord. I greet you in the precious name of our Lord and Savior Jesus Christ. It is indeed a privilege and honor to be interceding for our brethren, for the whole humanity, the world, and the church. At the outset, let's thank God for the meticulous ways that God leads us in these days. For our short meditation, let us turn our Bible to Psalm 30. As we have heard, I'm not taking this time to read the whole thing again. Let us submit to the Lord in prayer. Lord, our Heavenly Father, thank you for this time of devotion. As we spend some time meditating upon your word, speak to us, guide us into the divine truths as you would like us to be. Father God, we submit all these your children who have gathered in your presence. Be with them in their daily lives and help them to be a blessing in your kingdom. In Jesus' precious name we pray. Amen. Psalm 30. It's a thanksgiving for recovery from grave illness. It's a psalm about a person who has been through a rough time but has come through on the other side and offers praise and thanks. ജീവിതത്തിന്റെ ഒരു കരയിൽ വളരെയധികം പരുക്കനായ നിമിഷങ്ങളിലൂടെ കടന്നുപോയ ഒരു വ്യക്തി മറുകരയിലെത്തുമ്പോൾ സ്തോത്രത്തിന്റെ സ്വരം, പ്രാർത്ഥനയുടെ സ്വരം ഉയർത്തുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ് ഈ ഭാഗം നമ്മളോട് സംസാരിക്കുന്നത്. In verse 3, we see, O Lord, you brought up my soul from Sheol, restored me to life from among those gone down to the pit. ഈ ഷിയോൾ എന്ന് പറയുന്ന എബ്രായ പദം അത് പിറ്റ് ഓഫ് ദ ഡെഡ് എന്നാണ്. അതായത് മരിച്ചു പോയവർ അല്ലെങ്കിൽ ജീവനില്ലാത്ത ശരീരങ്ങൾ കുമിഞ്ഞുകൂടിയിരിക്കുന്ന സ്ഥലമാണ് ഷിയോൾ. ഈ പിറ്റിൽ അല്ലെങ്കിൽ ഈ ഒരു വലിയ മർത്യ ശരീരങ്ങൾ കുമിഞ്ഞുകൂടിയിരിക്കുന്ന ഈ കുഴിയിലേക്ക് എൻ്റെ ആത്മാവിനെ ഭരമേൽപ്പിക്കാതെ അവിടെ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിയതിന്, അവിടെ ഫോർ ദ ഡെലിവറൻസ്, എനിക്ക് ലഭിച്ച രക്ഷയെക്കുറിച്ചും അതിൻ്റെ ഒരു സന്തോഷത്തെക്കുറിച്ചും ഇവിടെ ദാവീദ് ഇവിടെ വളരെയധികം ഭംഗിയായിട്ട് വളരെ നല്ല രീതിയിൽ ഇത് ചിത്രീകരിച്ച് അവതരിപ്പിക്കുകയാണ്. This psalm is not only a song of dedication of the temple, but a song of thanksgiving for healing and deliverance. നമ്മുടെ ഇന്നത്തെ മധ്യസ്ഥ പ്രാർത്ഥനയും ഇത് തന്നെ ആകണം. നമ്മൾ അനേകർക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുമ്പോൾ നമുക്ക് ലഭിച്ച നന്മകൾ, ലഭിച്ച സൗഖ്യം, ലഭിച്ച വിടുതലിനെ കുറിച്ച് നന്ദി പറയണം. ഈ നാളുകളിൽ നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥന ലീഡ് ചെയ്യുമ്പോൾ വിഷയങ്ങൾ ഉദ്ധരിക്കുന്നതിലും ഉപരി ഈ വിഷയങ്ങളിൽ മേൽ ഉത്തരം ലഭിച്ച വിഷയങ്ങളെ ഉദ്ധരിക്കണം. You have to sing a song of thanksgiving for healing and deliverance. Just talk about the feeling if you are on the brink of death and one foot in the grave. ഈ കോവിഡിന്റെ കാലഘട്ടം നമുക്ക് ഇങ്ങനെ ഒരു സാഹചര്യം തന്നു. Some of us all went through this situation. One leg on the brink of death and one leg in the grave. ശവക്കോട്ടയുടെ അരികിൽ ഒരു കാലും ജീവന്റെ പടിയിൽ ഒരു കാലും നിന്ന കാലഘട്ടം ആണ് ഈ ഒരു സമയം. We are praying to God for restoration. എൻ്റെ ജീവിതം, ഞങ്ങളുടെ സഹോദരന്റെ ജീവിതം, സഹോദരിയുടെ ജീവിതം
കുടുംബങ്ങൾ ഒക്കെ ഒരു റിസ്റ്റോറേഷനിലൂടെ കടന്നു പോകണം. We are praying to God for restoration and praising him for being the support system. ഇവിടെ ദാവീദ് അതാണ് ചെയ്യുന്നത്. കർത്താവേ, എന്റെ ജീവിതത്തിൽ നീ ഒരു സപ്പോർട്ട് സിസ്റ്റമായി നിന്നതിന് ദൈവമേ നിനക്ക് നന്ദി. അതുകൊണ്ട് ഞാൻ പാടും. അതുകൊണ്ട് എന്റെ നാവ് ഒരിക്കലും സ്തോത്രസ്വരത്തെ ഉയർത്താതെ ഇരിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന ദാവീദിനെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. In this song of praise, we see David is expressing his thanks to God for the changes God sent to his life. നമ്മുടെ ജീവിതത്തിലൊക്കെ എത്രമാത്രം വ്യത്യാസങ്ങളാണ് പ്രാർത്ഥന മൂലം ഉണ്ടായിരിക്കുന്നത്. സമൂലമായ വ്യത്യാസമല്ല, വളരെ വളരെ കാണപ്പെടുന്ന രീതിയിലുള്ള വ്യത്യാസങ്ങൾ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ലേ? എന്തുകൊണ്ടാണ് എൻ്റെ നാവിന് ഞാൻ കടിഞ്ഞാണിട്ടിരിക്കുന്നത്? എൻ്റെ ജോലിയുടെ മഹാത്മ്യം കൊണ്ടാണോ? എൻ്റെ കുടുംബത്തിന്റെ മഹിമ കൊണ്ടാണോ? എനിക്ക് ലഭിച്ചിരിക്കുന്ന ഉയർച്ച കൊണ്ടാണോ? എൻ്റെ നാവിന് ഞാൻ കടിഞ്ഞാണിട്ടിരിക്കുന്നു. ഇന്ന് സ്തോത്രം പറയുവാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇന്ന് സ്തോത്രം പറയുന്ന കുടുംബങ്ങൾ ഉണ്ടോ? ദൈവമേ നിനക്ക് നന്ദി എന്ന് ആത്മാർത്ഥമായി ഹൃദയത്തിൽ നിന്ന് തങ്ങളുടെ നാവിന്റെ കടിഞ്ഞാണിനെ തകർത്തെറിഞ്ഞുകൊണ്ട് ഒന്ന് മനസ്സറിഞ്ഞ് ദൈവമേ നിനക്ക് നന്ദി സ്തോത്രം പറയുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥനയിൽ ഓരോ ദിവസങ്ങളും പിന്നിട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥനയ്ക്ക് കുറവൊന്നുമില്ല. അറിഞ്ഞൊന്ന് സ്തോത്രം പറയുവാനായിട്ട് എൻ്റെ നാവിന് ഞാൻ സാവകാശം കൊടുത്തിട്ടുണ്ടോ? How will I praise God without a bond in him? ദൈവവുമായിട്ട് ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്ന ഒരുവന് എങ്ങനെ ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് സാധിക്കും? How will I pray to God if I am confused in his promises? ദൈവം തരുന്ന വാഗ്ദത്തങ്ങളെയും ദൈവം തരുന്ന വാക്കിനെയും ദൈവം നമുക്ക് തരുന്ന വാഗ്ദത്തത്തെയും വിശ്വസിപ്പാൻ അതിലൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ എനിക്ക് എങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കും? നമ്മൾ പ്രാർത്ഥിക്കുവാനായിട്ട് കടന്നുകൊണ്ടിരിക്കുകയാണ്. സോ 3 ചെറിയ ചിന്തകൾ. Our intercession together is to be in continuum with our daily life. ജീവിതത്തിന്റെ വ്യത്യസ്തമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും എൻ്റെ മധ്യസ്ഥതയ്ക്ക് മുടക്കം വരുവാനായിട്ട് പാടില്ല. എൻ്റെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരുവാനായിട്ട് പാടില്ല. ജീവിതം എനിക്ക് വളരെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും തരുന്ന അനുഭവങ്ങൾ തന്നേക്കാം. എന്നാലും എൻ്റെ മധ്യസ്ഥതയ്ക്ക് മുടക്കം വരരുത് എന്ന ഒരു ചിന്ത. ഒന്ന്, a continued prayer from ailment to health. A continued prayer from ailment to health. മുടക്കം വരാത്ത മധ്യസ്ഥ പ്രാർത്ഥന എൻ്റെ രോഗാവസ്ഥയിലും എൻ്റെ നല്ല അവസ്ഥയിലും. രോഗിയായിരിക്കുമ്പോഴും രോഗത്തിൽ നിന്ന് വിമുക്തയായിരിക്കുമ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യേണ്ടുന്ന പ്രാർത്ഥന. ഡേവിഡ് വിഷസ് to lift God on the wings of his praise. പാപിയാണ്, അബദ്ധങ്ങൾ പറ്റിപ്പോയ വ്യക്തിയാണ്, ദൈവത്തിന്റെ ക്രോധം വിളിച്ചു വരുത്തിയ വ്യക്തിയാണ് ദാവീദ്. ദൈവമാണ് തന്നെ ഒരു രാജാവായി അഭിഷേകം ചെയ്തതെന്നും ആ ദൈവത്തിന്റെ അഭിഷേകത്തിലൂടെയാണ് എനിക്ക് ഇത്രമാത്രം കാര്യങ്ങൾ ചെയ്തെടുക്കുവാനായിട്ട് സാധിച്ചത് എന്നും ഒരു നിമിഷത്തേക്ക് മറന്നു പോകുന്ന ദാവീദ്. എന്താണ് അവിടെ സംഭവിക്കുന്നത്? അഫ്ലിക്ഷൻസ് ഉണ്ടാവുകയാണ്, ഇൻഫെക്ഷൻസ് ഉണ്ടാവുകയാണ്. താൻ വലിയതെന്ന് കരുതിയതിനെ എല്ലാം ദൈവം ഒടുക്കിക്കളയുകയാണ്. അവിടെയാണ് ദാവീദിന് ഒരു റിപ്പൻറ്റൻസ് ഉണ്ടാകുന്നത്. ദ വേർഡ് ലിഫ്റ്റഡ്, നമ്മൾ ഈ ഭാഗം വായിക്കുമ്പോൾ the word lifted is being used. It shows that David was in deep trouble or depths. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വളരെയധികം ആഴങ്ങളിൽ നമ്മൾ പെട്ടു ഉടലാറുണ്ട്.
വളരെ ബുദ്ധിമുട്ടിലൂടെയും പ്രയാസങ്ങളിലൂടെയും കടന്നു പോകാൻ. He clearly states that I was in the realm of dead. ജീവനില്ലാത്ത ഒരവസ്ഥയിലായിരുന്നു എൻ്റെ ജീവിതം. നോ ലൈഫ്, ജീവിതമില്ല, ജീവനില്ല. നിയർലി ഡേവിഡ് വാസ് ഡെഡ്. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പലപ്പോഴും ഈ മരണാവസ്ഥ ഉണ്ടാകാറുണ്ട്. ആരും കൂടെ ഇല്ലെന്നുള്ള ഒരു ബോധ്യം പലപ്പോഴും എന്നെ ഭരിക്കാറുണ്ട്. ഇടവകയാണ്, ഇടവകയിലെ എല്ലാ പോഷക സംഘടനകളിലും വളരെയധികം ആക്റ്റീവാണ്. എന്നാലും മരണാവസ്ഥയിലൂടെ കടന്നു പോകുന്ന വ്യക്തി ജീവിതങ്ങൾ നമ്മുടെ ഇടയിൽ ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുക. എൻ്റെ ജീവിതം അങ്ങനെ ഒന്നാണോ എന്ന് ചിന്തിക്കുക. God causes everything to work together for the good of those who love him. ദൈവത്തെ വിളിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിച്ചവർക്ക് സർവ്വതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. God's extension of help is always handy to those who love him. എൻ്റെ രോഗാവസ്ഥയാകട്ടെ, എൻ്റെ രോഗത്തിൽ നിന്ന് വിടുതൽ ലഭിച്ച അവസ്ഥയാകട്ടെ, യാതൊരു പ്രശ്നവും ഇല്ലാത്ത അവസ്ഥയാകട്ടെ, എൻ്റെ പ്രയർ ഇൻ കണ്ടിന്യൂം, ഇൻ എയിൽമെന്റ് ആൻഡ് ഇൻ സ്റ്റേറ്റ് ഓഫ് ഹെൽത്ത് ആണോ എന്ന് നമ്മൾ ചിന്തിക്കണം. We see David being delivered. Sickness can become a discipline from God. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും ചിലപ്പോൾ അതൊരു ഡിസിപ്ലിൻ ദൈവം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് കൊണ്ടാകണം. In verses 6 to 7, as for me, I said in my prosperity, I shall never be moved. എന്റെ സമൃദ്ധിയുടെ അനുഭവങ്ങൾ പലപ്പോഴും എന്നെ പറയിപ്പിക്കുമാറാക്കുന്ന ഒരു കാര്യമുണ്ട്. ഐ ഷാൽ നെവർ ബി മൂവ്ഡ്. എനിക്ക് യാതൊന്നും സംഭവിക്കുകയില്ല, എനിക്ക് യാതൊരു പ്രശ്നവും സംഭവിക്കുകയില്ല. ഞാൻ ഉയരങ്ങളിലുള്ള ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്, എന്നെ യാതൊരു രോഗവും പിടിക്കത്തില്ല എന്ന് ചിന്തിച്ചവരാണ് വീണുപോയ കാലഘട്ടം. ഈ കാലഘട്ടമാണ് പലരെയും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. In verse 6 to 7, we see God is disciplining David for his pride and self-sufficiency. നമ്മുടെയൊക്കെ പ്രൈഡ് എത്രമാത്രമുണ്ട്, നമ്മളൊക്കെ സെൽഫ് സഫിഷ്യന്റ് ആണെന്ന് കരുതുന്ന പല പല നിമിഷങ്ങളുണ്ട്. First Chronicles chapter 21. We take some time to read on it. We can relate to the sin of David. When his kingdom became strong, David became proud. ദാവീദ് വളരെയധികം സമൃദ്ധിയുടെ അനുഭവത്തിലൂടെ കടന്നു പോയപ്പോൾ അവൻ ദൈവത്തെ മറക്കുന്നതായിട്ട് കാണുന്നു. ദൈവം ഒരു വലിയ കൊറോണ പോലത്തെ ഒരു വൈറസ് കൊണ്ടുവരിക, 70,000 പേർ മരിച്ചു വീഴുക. David and his elders interceded with God. They clothed themselves in sackcloth. ഒരു കണക്കിന് നമ്മളെല്ലാവരും ഇപ്പോൾ അതാണ് ചെയ്യുന്നത്. നമ്മൾ രട്ടുടുക്കാനായിട്ട് തയ്യാറായിരിക്കുകയാണ്. രട്ടുടുത്ത് വെണ്ണീരിലിരിക്കുന്ന അവസ്ഥയാണ് ഓരോ മധ്യസ്ഥ പ്രാർത്ഥന. താൻ ധരിച്ചിരുന്ന വസ്ത്രത്തെ അഴിച്ചെടുത്തിട്ട് രട്ടുടുക്കുക ഒരു പ്രിപ്പറേഷനാണ്. ഈ രട്ടുടുക്കിയാണ് ഒരു മധ്യസ്ഥ പ്രാർത്ഥനയുടെ ആരംഭം. ഞാനായിരിക്കുന്ന വസ്ത്രത്തെ ഉരിഞ്ഞു കളയുന്ന അവസ്ഥ. They fell on their faces. First Chronicles chapter 21 verse 16. അവിടെ എന്താണ് സംഭവിക്കുന്നത്? ദൈവം യെരൂശലേമിനെ വെറുതെ പിടിക്കുകയാണ്. യാതൊരു പ്രയാസവും കൂടാതെ യെരൂശലേമിനെ തിരികെ ഏൽപ്പിക്കുകയാണ്. Through this experience, David learned that his pride led to a great fall. When God takes us through difficult experiences, യാക്കോബ് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, ദൈവമാണ് പരീക്ഷിക്കുന്നത് എന്ന് യാതൊരു വിശ്വാസിയും പറയരുത്. അതുകൊണ്ട് ആ വാക്ക് ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും വളരെ വ്യക്തമായി ബൈബിൾ പറയുന്നുണ്ട്. ദൈവമാണ് നിന്നെ പരീക്ഷിക്കുന്നത് എന്ന് ഒരിക്കലും പറയുവാനായിട്ട് ഒരു വിശ്വാസി ഇടവരരുത്.
പക്ഷെ ജീവിതത്തിന്റെ വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ എന്റെ സമൃദ്ധി എനിക്ക് എന്റെ ജീവിതത്തിൽ പരുക്കനായിട്ടുള്ള അനുഭവങ്ങൾ വരുമ്പോൾ എന്റെ സമൃദ്ധി എന്നെ വേറൊരു വ്യക്തിയാക്കി മാറ്റുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് നീ കുറച്ച് തകർന്നിരിക്കുന്നതാണ്, നീ കുറച്ച് വിനയം പ്രാപിക്കുന്നതാണ് നല്ലത്. അതുകൊണ്ടാണ് പറയുന്നത്, തകർന്നു നുറുങ്ങിയിരിക്കുന്ന മനസ്സിനെ നീ നിരസിക്കുന്നില്ല. അതുകൊണ്ട് this has to be a continued prayer from ailment to health. രണ്ട്, a continued prayer from lament to joy. വിഷമത്തിൽ നിന്ന് സന്തോഷത്തിലേക്ക് നീ സഞ്ചരിക്കുമ്പോഴും നിന്റെ പ്രാർത്ഥന മുടങ്ങരുത്. സന്തോഷത്തിന്റെ അനുഭവത്തിൽ ഇരിക്കുമ്പോഴും നിന്റെ പ്രാർത്ഥന മുടങ്ങരുത്. വിഷമത്തിലിരിക്കുമ്പോഴും ലാമെന്റ് ചെയ്യുമ്പോഴും എന്റെ പ്രാർത്ഥന മുടങ്ങരുത്. In verse 4 to 5 there are many contrasts being made. 4-5 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പല കോൺട്രാസ്റ്റ്, വിരുദ്ധമായ കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ആങ്കർ പറയുന്നുണ്ട്, ഫേവർ പറയുന്നുണ്ട്, വീപ്പിംഗ് പറയുന്നുണ്ട്, റിജോയ്സിംഗ് പറയുന്നുണ്ട്, നൈറ്റ് എന്ന് പറയുന്നുണ്ട്, മോർണിംഗ് എന്ന് പറയുന്നുണ്ട്. We have our lows and highs. നമ്മുടെ ഉയർച്ചകളും താഴ്ചകളും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വ്യത്യസ്തമായ തോതിൽ, ഓരോ വ്യത്യസ്തമായ വ്യക്തിത്വങ്ങൾക്കും വ്യത്യസ്ത തോതിലാണ് ഈ സന്തോഷാനുഭവവും ദുഃഖത്തിന്റെ അനുഭവവും. If we make 2 steps forward, വിശ്വാസ ജീവിതത്തിൽ 2 സ്റ്റെപ്പ് നീ അധികം വെച്ചാൽ, there can be times of 3 steps backward. 2 അധികം ചുവടുകൾ നീ വിശ്വാസ ജീവിതത്തിൽ മുന്നോട്ട് വെക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ 3 ചുവടുകൾ പുറകിലേക്ക് വെക്കാനായിട്ടുള്ള അനുഭവങ്ങൾ കടന്നു വന്നേക്കാം. 5-ാം വാക്യം പറയുന്നു, for his anger is but for a moment. എന്റെയും നിങ്ങളുടെയും ദേഷ്യ സ്വഭാവം എങ്ങനെയുണ്ട്? സ്വന്തം അമ്മ എന്തെങ്കിലും കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സ്നേഹത്തോടാണ് തിരികെ ഞാൻ റിപ്ലൈ പറയാറുള്ളത്. ഉടനെ എൻ്റെ ശരീരഭാഷ മാറും, എൻ്റെ മുഖഭാഷ മാറും, എൻ്റെ ആംഗ്യങ്ങൾക്ക് വളരെ ആക്കം കൂടും, എൻ്റെ പുരികങ്ങൾ വളരെ ചുളുക്കുന്നതായിട്ട് കാണാം. ഇവിടെ ദൈവം പറയുന്നു, എന്നോടുള്ള ദൈവത്തിന്റെ ദേഷ്യം ക്ഷണനേരത്തേക്കേ ഉള്ളായിരുന്നു. How about our anger? Does it last like God? ദൈവത്തിന്റെ ദേഷ്യം പോലെയാണോ എൻ്റെ ദേഷ്യം? ഭാര്യയോടും ഭർത്താവിനോടുമുള്ള ദേഷ്യം, മക്കളോടുള്ള ദേഷ്യം? അവിടെ ദാവീദ് പറയുകയാണ്, എൻ്റെ ദൈവത്തിന് എന്നോടുള്ള ഫേവർ വലിയതാണ്, ലൈഫ് ടൈമിലേക്കുള്ള ഫേവറാണ് എൻ്റെ ദൈവത്തിനുള്ളത് എന്ന് പറയുക. ഓർക്കുക നിന്റെ ദൈവത്തെ, ഓർക്കുക നിന്റെ ദൈവത്തെ. എൻ്റെ ജീവിതത്തിൽ എനിക്ക് മാറ്റിവെക്കാൻ പാടില്ലാത്തതായ ചില വികാരങ്ങൾ അത് വളരെയധികം ഉജ്ജ്വലിക്കുമ്പോൾ, ദേഷ്യ സ്വഭാവം വരുമ്പോൾ എൻ്റെ ദൈവത്തെ നിങ്ങൾ ഓർക്കണം, എൻ്റെ ദൈവത്തെ ഞാൻ ഓർക്കണം. അവന് ക്ഷണനേരത്തേക്ക് മാത്രമേ എന്നോട് ദേഷ്യം തോന്നുകയുള്ളൂ. 30-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം, അവന്റെ കോപം ക്ഷണനേരത്തേക്കേ ഉള്ളൂ, അവന്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളത്. ജീവപര്യന്തം വരെ എന്നോട് പ്രസാദം തോന്നുന്ന ദൈവത്തോടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. When we have God's favor, we will stand royal mountain firm. നമ്മൾ ആനന്ദത്തിന്റെ സമൃദ്ധിയിലെത്തിയാൽ, സന്തോഷത്തിന്റെ സമൃദ്ധിയിലെത്തിയാൽ, we have a chance to become prayerless, self-independent, spiritually complacent. സങ്കീർത്തനം 10-ാം സങ്കീർത്തനം ഇപ്രകാരമാണ് പറയുന്നത്, in his arrogance wicked man says I won't be shaken. മുടനായ മനുഷ്യൻ തന്റെ അറിവില്ലായ്മയിൽ പറയുന്നത് എന്താണ്? ഞാൻ ഒരു നാളും കുലുങ്ങുകയില്ല. എന്നെയും നിങ്ങളെയും കുലുക്കുവാൻ ഒരു കോവിഡ് മതി. എന്നെയും നിങ്ങളെയും തകർത്ത് കളയുവാൻ ഈ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചാൽ മതി. ഇവിടെ ദാവീദിന് വ്യക്തമായി മനസ്സിലാവുകയാണ്, എന്റെ പ്രാർത്ഥന ദുഃഖത്തിൽ മാത്രമല്ല,
അവന് എന്നോട് കോപം തോന്നിയാലും, ദൈവത്തിന് എന്നോട് കോപം തോന്നിയാലും, ഹിസ് ഫേവർ ലാസ്റ്റ് ഫോർ ലൈഫ് ടൈം. എൻ്റെ ജീവിതാന്ത്യം വരെ തുടരുന്ന ദൈവത്തിന്റെ പ്രസാദം, അതാണ് എനിക്ക് ആഗ്രഹം, അതാണ് ഞാൻ കാംക്ഷിക്കുന്നത്, അതിനായി ഞാൻ ആഗ്രഹിക്കുക എന്ന് പറയുന്ന ഒരു ഭാഗം. അവസാനത്തെ ഭാഗം, a continued prayer from morning to singing. എൻ്റെ വിലാപ നൃത്തത്തിൽ നിന്ന് സന്തോഷത്തിന്റെ, ആനന്ദത്തിന്റെ നൃത്തം എൻ്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോഴും എൻ്റെ പ്രാർത്ഥന മുടങ്ങരുത്. We see David is humbling himself before God for mercy and help. ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടി, ദൈവത്തിന്റെ ഒരു അദൃശ്യമായ കരം എൻ്റെ കുടുംബത്തിന്റെ മേലും എൻ്റെ വ്യക്തി ജീവിതത്തിന്മേലും വന്ന് ആവസിക്കേണ്ടതിനായിട്ട് ഈ ദാവീദ് വളരെ വിനയാന്വിതനാകി, വളരെ വിനയത്തോടെ, താഴ്മയോടെ ദൈവത്തോട് കരയുകയാണ്. നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ ഈ വിനയം കാണണം, ഈ താഴ്മ കാണണം. ദൈവമേ, എന്നോട് കരുണ തോന്നണമേ. ആ വഴിയരികിൽ നിന്ന് കരയുന്ന ബർത്തിമായിയുടെ കരുണ എത്ര അവാച്യമാണ്, എത്ര ധന്യമായ ഒരു പ്രാർത്ഥനയാണ് ഈ ബർത്തിമായിയുടെ പ്രാർത്ഥന. ദൈവമേ, എന്നോട് കരുണ തോന്നണമേ. നമ്മൾ പലപ്പോഴും, എൻ്റെ കണ്ണ് തുറന്നിരിക്കുമ്പോൾ ഞാൻ പലപ്പോഴും കരുണയ്ക്ക് വേണ്ടി യാചിച്ചാൽ എനിക്ക് അത് എൻ്റെ പൊസിഷന് ഒരു കോട്ടമാണ്, അല്ലേ? എൻ്റെ കണ്ണ് തുറന്ന് ഞാൻ ആരോടെങ്കിലും പോയി യാചിക്കും? ഒരിക്കലുമില്ല. ഈ ബർത്തിമായി എന്താണ് ചെയ്യുന്നത്? അവന്റെ ജീവൻ അവന്റെ ഉള്ളിൽ തുടങ്ങിയപ്പോഴേ അവൻ കുരുടനായിരുന്നു. അവന്റെ കണ്ണടച്ചിരുന്നിട്ട് അവൻ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, എന്നോട് കരുണ തോന്നണമേ. കുറിയലായിസോൻ എന്ന് പ്രാർത്ഥിക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥന. ഡേവിഡ് changed his clothes, picked up his harp and began to sing praises to the Lord. ഇതാണ് അവസാനം സംഭവിക്കുന്നത്. 12-ാം വാക്യത്തിൽ പറയുന്നു, so that my soul may praise you and not be silent. O Lord my God, I will give thanks to you forever. അതുകൊണ്ട് നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനകളിൽ ആദ്യത്തെ ഒരു എലമെന്റ് ഇതായിരിക്കണം, ദൈവത്തിന് നന്ദി പറയുന്ന ഒരു സെഷൻ. ദൈവത്തിന് നന്ദി പറയുകയാണ്. എൻ്റെ സോൾ ഒരിക്കലും സൈലന്റ് ആയിരിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാകണം. ഇന്ന് ഈ മധ്യസ്ഥ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ള വിശ്വാസ സമൂഹത്തിന്റെ പ്രാർത്ഥനയുടെ അജണ്ട ഇങ്ങനെയായിരിക്കണം. എൻ്റെ പ്രാർത്ഥന തുടങ്ങുമ്പോൾ there should be a thanksgiving. ദൈവമേ, നീ എന്നെ ഈ പട്ടണത്തിൽ വളരെ വലിയതായി വളരുന്ന ഒരു ലെബനോനിലെ ദേവദാരു പോലെ എന്നെ ആക്കി നിർത്തിയിരിക്കുക. ദൈവമേ, അതിന് നന്ദി. എനിക്ക് തന്ന എല്ലാ അനുഭവത്തിനും നന്ദി. എനിക്ക് തന്ന ഉയർച്ചകൾക്ക് നന്ദി. എനിക്ക് തന്ന താഴ്ചകൾക്കും നന്ദി പറയുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം, നമുക്ക് സാധിക്കണം. No matter how heavy your heart is, one day there will be a song. Hallelujah. നിനക്ക് വേണ്ടി ഒരു പാട്ടൊരുക്കുന്ന, നീ പാടുന്ന ഒരു പാട്ട്, നാം പാടുന്ന ഒരു പാട്ട് കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കും എന്ന് നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കുവാനായിട്ട് സാധിക്കുമോ? അതുകൊണ്ട് ഇന്ന് ഈ ധ്യാന ചിന്തകൾക്ക് വിരാമം കുറിക്കുന്ന ഈ സമയം 3 ചിന്തകൾ ഒരിക്കൽ കൂടെ പറഞ്ഞുകൊള്ളട്ടെ. A continued prayer from ailment to health. രോഗാവസ്ഥയിലും ക്ഷീണാവസ്ഥയിലും എൻ്റെ സമൃദ്ധിയുടെ അനുഭവങ്ങളിലും അനുസ്യൂതം തുടരേണ്ടുന്നതാണ് എൻ്റെ മധ്യസ്ഥ പ്രാർത്ഥന, എൻ്റെ പ്രാർത്ഥനകൾ. 2, എൻ്റെ വിഷാദ അനുഭവങ്ങളിലും വിലാപ അനുഭവങ്ങളിലും സന്തോഷത്തിന്റെ അനുഭവങ്ങളിലും തുടരേണ്ടുന്നതാണ് പ്രാർത്ഥന. ദാവീദ് ഇത് നല്ല രീതിയിൽ ചൂണ്ടിക്കാണിക്കുകയാണ്. കർത്താവിന് എന്നോടുള്ള കോപം ക്ഷണനേരത്തേക്കേ ഉള്ളൂ. എനിക്ക് എൻ്റെ സഹോദരനോടുള്ള കോപം ക്ഷണനേരത്തേക്കല്ല, അത് കുറെ നാളത്തേക്ക് അത് പ്രൊലോങ് ചെയ്യാനായിട്ട് ഇടവരും. പക്ഷെ എൻ്റെ ദൈവത്തിന് ക്ഷണനേരത്തേക്കേ ഉള്ളൂ എന്നോടുള്ള കോപം. പക്ഷേ അവന് എന്നോടുള്ള പ്രസാദം അതെന്റെ ജീവിതാന്ത്യം വരെയുണ്ട്. അതെന്റെ ജീവിതാന്ത്യം വരെയുണ്ട്. എന്നെ കേൾക്കുന്ന സീനിയർ മെമ്പേഴ്സ്, ജീവിതാന്ത്യം വരെയുള്ള പ്രസാദം ലഭിച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും. എന്നെ കേൾക്കുന്ന വിശ്വാസ സമൂഹമേ, ജീവിതത്തിന്റെ അന്ത്യം വരെ
തുടരുന്ന കർത്താവിന്റെ പ്രസാദം നിങ്ങളുടെ മേലുണ്ട്. അത് കർത്താവിന്റെ വചനത്തിലൂടെ, ഈ ദൈവവചനത്തിലൂടെ അത് നമുക്ക് വ്യക്തമായി അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ, എന്തുകൊണ്ട് എന്റെ നാവ് കടിഞ്ഞാണിട്ട് ഞാൻ സൂക്ഷിച്ചിരിക്കുന്നു, എന്തുകൊണ്ട് എന്റെ കടിഞ്ഞാണുകളെ പൊട്ടിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നു. അവസാനത്തെ ചിന്ത, എ കണ്ടിന്യൂഡ് പ്രയർ ഫ്രം മോർണിംഗ് ടു സിംഗിങ്. വിലാപ നൃത്തം എന്റെ ജീവിതത്തിൽ നടമാടുമ്പോൾ, എന്റെ ജീവിതത്തിൽ സന്തോഷത്തിന്റെ അനുഭവങ്ങൾ കടന്നു വരുമ്പോൾ, ആനന്ദ നൃത്തം നമ്മൾ ചവിട്ടുമ്പോഴും ഈ പ്രാർത്ഥന തുടർന്നുകൊണ്ടേയിരിക്കണം. ഞാൻ അവസാനിപ്പിക്കട്ടെ. എന്താണ് ദാവീദിനെ കുറിച്ച് പറയുന്നത്? അപ്പോസ്തല പ്രവൃത്തികൾ 13-ാം അധ്യായം 22-ാം വാക്യത്തിൽ പറയുന്നു, ബട്ട് ഇൻ എവറിത്തിങ് ഡേവിഡ്, ഹൂ ഇസ് റെഫേർഡ് ടു ഇൻ ദ ബൈബിൾ ആസ് എ മാൻ ആഫ്റ്റർ ഗോഡ്സ് ഓൺ ഹാർട്ട്, ദൈവത്തിന്റെ ഹൃദയത്തിന്റെ പുറകിൽ സഞ്ചരിക്കുന്ന വ്യക്തിയായി മാറി ദാവീദ്. The first thing to do when the throat is clear after an illness is to sing praises to God. The first thing to do when the throat is clear after an illness is to sing praises to God. The first thing to do when the eyes are brightened again is to look up to the Lord with thankfulness and gratitude. എന്റെ തൊണ്ട, എന്റെ ശബ്ദരേഖ വളരെയധികം കൃത്യത ആർജിക്കുമ്പോൾ ദൈവത്തിന് സ്തുതി പാടുവാനായിട്ട് എനിക്ക് സാധിക്കുമോ? മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങാം. ദാവീദിന്റെ സങ്കീർത്തനത്തെ നമ്മൾ ധ്യാനിച്ചു. എല്ലാ അനുഭവങ്ങളിലും തുടരപ്പെടേണ്ടുന്നതാണ് പ്രാർത്ഥന. അത് മുടക്കേണ്ടുന്നതല്ല എന്ന് നമുക്ക് ഈ സങ്കീർത്തനക്കാരൻ നമുക്ക് വരച്ചു കാണിക്കുക. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ദൈവമേ, നീ ഞങ്ങൾക്ക് വേണ്ടി എൻ്റെ പുത്രനെ ഒരു മധ്യസ്ഥനായി ഞങ്ങളുടെ ഇടയിലേക്ക് അയച്ചു. ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ ദോഷങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ വിറുവിറുപ്പുകൾക്ക് വേണ്ടി, ഞങ്ങളുടെ ജീവിതത്തിലുള്ള കുറവുകൾക്ക് വേണ്ടി നിന്റെ പുത്രനെ മധ്യസ്ഥനായി അയച്ചു. ഞങ്ങൾക്ക് കർത്താവായ യേശുക്രിസ്തു അല്ലാതെ യാതൊരു മധ്യസ്ഥനും. ആ മധ്യസ്ഥം സ്വീകരിച്ചുകൊണ്ട് നമുക്ക് യഥാർത്ഥമായ ഒരു മധ്യസ്ഥ പ്രാർത്ഥന നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ജീവിത പശ്ചാത്തലങ്ങളെ, നമ്മുടെ സഭയെയും, നമ്മുടെ ബന്ധുമിത്രാദികളെയും, രോഗികളെയും, വേർപാടിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നവരെയൊക്കെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയ്ക്കായി സമയം ചെലവിടാം. ഈ ചിന്തകൾ മുന്നോട്ടുള്ള നാളുകളിൽ നമുക്ക് കൂടുതൽ ശക്തി തരട്ടെ, സൗഖ്യം തരട്ടെ, അനുഗ്രഹങ്ങൾ നൽകട്ടെ. ആമേൻ. താങ്ക് യു അച്ഛൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമ്മൾ